ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ യൂട്യൂബ് ചാനലായ അരവി CC ലേണിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ഈ വീഡിയോയിൽ 4 പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ്, കണക്കിലത്തെ 4 പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യണത്. നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ മുൻവർഷ ചോദ്യം. ഇത് വയസ്സ് എന്ന ടോപ്പിക്കിലത്തെ ചോദ്യമാണ്. ചോദ്യം: 8 വർഷം മുൻപ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയായിരുന്നു. 6 കൊല്ലം കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഈ കണക്കിലെ പ്രത്യേകത, 8 വർഷം മുമ്പേ അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ ബന്ധം പറയുന്നുണ്ട്. അതുപോലെ 6 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ ബന്ധം പറയുന്നുണ്ട്. നമുക്ക് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് കാണേണ്ടത്. ഈ രീതിയിലൊരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു എളുപ്പത്തിൽ ചെയ്യാനൊരു സൂത്രവാക്യം ഉപയോഗിക്കാം. സൂത്രവാക്യം ഇതാണ്: n1 × a-1 + n2 × b-1 ബൈ ഹോൾ ഡിവൈഡഡ് ബൈ a-b. ഇതിൽ n1 എന്ന് പറഞ്ഞാൽ മുൻപത്തെ വർഷം, n2 പിന്നീടുള്ള വർഷം, a മുൻപത്തെ ഇരട്ടി, b പിന്നീടുള്ള ഇരട്ടി. നമുക്ക് ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കാം. ആദ്യം n1, അതായത് എന്താ, മുൻപത്തെ വർഷം. മുമ്പ് എത്ര വർഷം? 8 വർഷം മുമ്പ്. അപ്പോൾ n1ൻ്റെ വില 8ആണ്. ഈ n1ന് പകരം നമ്മൾ 8 എഴുതി. ബ്രാക്കറ്റിൽ a-1. a എന്താണ്? മുൻപത്തെ ഇരട്ടി. ഈ 8 വർഷം മുമ്പത്തെ ഇരട്ടിയെക്കുറിച്ച് എന്താ പറയണത്? 3 ഇരട്ടി. അപ്പോൾ a എന്ന് പറയുന്നത് 3ആണ്. അപ്പോൾ a-1 3 - 1 പിന്നെ +2 n2. n2 എന്താ? n2 പറഞ്ഞാൽ പിന്നീടുള്ള വർഷം. അതെത്ര? 6 കൊല്ലം കഴിഞ്ഞാൽ. അപ്പോൾ n2 6ആണ്. n2ന് പകരം നമ്മൾ 6 ഇട്ടു. ഇൻറ്റു b-1. എന്താ b? b എന്ന് പറയുന്നത് പിന്നീടുള്ള ഇരട്ടി. അതായത് ഇവിടെ 6 കൊല്ലം കഴിയുമ്പോഴത്തെ ഇരട്ടി എന്താ പറയണത്? ഇരട്ടി. മറ്റേത് 3 ഇരട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് എന് പകരം 3 ഇട്ടു. ഇവിടെ എന്താ പറയുന്നത്? വെറും ഇരട്ടിയാണ്. ഇരട്ടി എന്ന് മാത്രം പറഞ്ഞാൽ 2 ഇടുക. അപ്പോൾ ബിന് പകരം 2 ഇട്ടു. b-1 2 - 1 ഹോൾ ഡിവൈഡഡ് ബൈ a-b. ഇപ്പോൾ എയും ബിയും ഇതല്ലേ. അപ്പോൾ 3 - 2. 8 ഇൻറ്റു 3 1 കുറച്ചാൽ ബ്രാക്കറ്റിൽ 2 ആവും. 8 × 2 പ്ലസ് അതുപോലെ ഇവിടെ 6 ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ കുറച്ച് 1 വരും. 1 ഹോൾ ഡിവൈഡ് ബൈ 1. n2 16 പ്ലസ് 1 6/1. 16 6 22/1. ഉത്തരം 22. ഈ കിട്ടിയത് നമുക്ക് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സായിട്ട് എടുക്കാം. ഉത്തരം 22. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇതും ഒരു മുൻവർഷ ചോദ്യമാണ്. ഇത് ജോലിയും സമയവും എന്ന ടോപ്പിക്കിലത്തെയാണ് കേട്ടോ. ചോദ്യം: പി ഒരു ജോലി 12 ദിവസം കൊണ്ടും, ക്യു അതേ ജോലി 4 ദിവസം കൊണ്ടും, ആർ അതേ ജോലി 6 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. 3 പേരും ചേർന്ന് ഈ ജോലി ചെയ്താൽ തീരാൻ എത്ര ദിവസം വേണം? ഇവിടെ നമുക്ക് 3 ആൾക്കാരുടെ കാര്യം പറയേണ്ട. പി, ക്യു, ആർ. ഒരു നിശ്ചിത ജോലിയാണ്, ഒരു പ്രത്യേക ജോലി. ആ ജോലി പി മാത്രം ചെയ്താൽ 12 ദിവസം വേണം കഴിയാൻ. ക്യു മാത്രം ചെയ്താൽ ആ ജോലി 4 ദിവസം കൊണ്ട് തീരും. ആർ തനിയാൽ ജോലി ചെയ്യുകയാണെങ്കിലോ 6 ദിവസം വേണം. അപ്പോൾ ഓരോരുത്തരും വെവ്വേറെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണം തന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യം എന്താ? ഈ പിയും ക്യൂവും ആറും 3 പേരും കൂടി ആ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണമെന്നാണ്. ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ഈ ഓരോന്നിൻ്റെയും വിൽക്രമം കണ്ട് കൂട്ടിയാൽ മതി. നമുക്ക് 3 ദിവസങ്ങൾ തന്നിട്ടുണ്ടല്ലോ. പിയുടെ ദിവസം, ക്യൂവിൻ്റെ ദിവസം, ആറുടെ ദിവസം. ഇതിൻ്റെയൊക്കെ റെസിപ്രോക്കൽസ് എടുത്ത് കൂട്ടുക. അപ്പോൾ 12 പറയുമ്പോൾ 1/12 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 1/4 പ്ലസ് അടുത്തത് 6 1/6. അപ്പോൾ 1/12 പ്ലസ് 1/4 പ്ലസ് 1/6. ഈ ഭിന്നസംഖ്യകളുടെ കൂട്ടാൻ എന്താ നമ്മൾ ചെയ്യുക? ഛേദങ്ങൾ തുല്യമല്ലല്ലോ. ഛേദങ്ങൾ തുല്യമല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഛേദങ്ങളുടെ ലസാഗു കൊടുക്കണം. അപ്പോൾ 6 ഈ 12 4 6 ഇതിൻ്റെ ലസാഗു കൊടുക്കണം. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ 6 4 12 6ൻ്റെ ഇരട്ടിയാണ് 12. അല്ല, അതായത് 6ൻ്റെ ഗുണിതാണ്. 6ൻ്റെ ഗുണിതാണ് 12. 4ൻ്റെയും ഗുണിതാണ് അല്ലേ. അപ്പോൾ ഈ 3 സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ചെറിയ 2 സംഖ്യകളുടെയും മൾട്ടിപ്പിളാണ്, ഗുണിതമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വലിയ സംഖ്യ എന്തായിട്ട് എടുക്കാം? LCM ആയിട്ട് എടുക്കാം. അപ്പോൾ ലസാഗു എത്ര? 12. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഛേദങ്ങളൊക്കെ 12 ആക്കി മാറ്റണം. എല്ലാ ഛേദങ്ങളെയും 12 ആക്കി മാറ്റണം. ഇവിടെ 12 ആണ്, അപ്പോൾ മാറ്റമില്ല. 1/12 പ്ലസ് അടുത്ത ഛേദം 4 അല്ലേ. 4നെ 3 കൊണ്ട് ഗുണിച്ചാൽ 12 ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1/4 ഇട്ടിട്ട് ഇൻറ്റു 3/3 എന്ന് ഇടണം. കാരണം അംശത്തെയും ഛേദത്തെയും ഗുണിക്കണം. ഛേദം മാത്രമായിട്ട് ഗുണിക്കരുത്. പ്ലസ് അതുപോലെ 6 12 ആവാനോ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 1/6 ഇൻറ്റു 2/2. അപ്പോൾ 1/12 പ്ലസ് ഇവിടെ ഗുണിക്കുമ്പോൾ അംശങ്ങൾ ഗുണിക്കുമ്പോൾ 3 ഛേദങ്ങൾ ഗുണിച്ചാൽ 3 12 പ്ലസ് ഇവിടെ അംശങ്ങൾ ഗുണിക്കുമ്പോൾ 2 ഛേദങ്ങൾ ഗുണിക്കുമ്പോൾ 6 12. ഇപ്പോൾ നോക്കൂ, ഛേദങ്ങളെല്ലാം തുല്യമായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അംശങ്ങളെല്ലാം കൂടി കൂട്ടുക. 1 + 3 + 2 ഹോൾ ഡിവൈഡഡ് ബൈ ഇത് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. പൊതുഛേദമായിട്ട് 12 എഴുതുക.
അംശങ്ങൾ കൂട്ടു, 1 3 4 2 6/12 എന്ന് വരും. ഇതിൽ നമുക്ക് 6 കൊണ്ട് പിടിച്ചു നോക്കുമ്പോൾ 1 6 6 12 1/2 വരും. അവസാനം ഉത്തരം എടുക്കാൻ ഈ കിട്ടിയ ഉത്തരത്തിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അവസാനം ഉത്തരം കിട്ടാൻ ഇതിൻ്റെ വിൽക്രമം എടുക്കുക. അപ്പോൾ തിരിച്ചിട്ട് എന്ത് വരും? ഉത്തരം 2/1. അതായത് പിയും ക്യൂവും 6ഉം കൂടി ചേർന്ന് ഈ ജോലി ചെയ്യുകയാണെങ്കിൽ 2 ദിവസം മതി. നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ടോപ്പിക്ക് കൂട്ടുപലിശ. ചോദ്യം: ഒരു ബാങ്ക് അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്നു. 25,000 രൂപ 8% പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ 1 വർഷം കഴിഞ്ഞാൽ എത്ര രൂപ കൂട്ടുപലിശ കിട്ടും? നമുക്ക് കൂട്ടുപലിശ കാണാനാണ് വേണ്ടത്. കൂട്ടുപലിശ പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നമുക്കിതിനെ സംയുക്ത പലിശ എന്നും പറയാം. നമുക്ക് നിക്ഷേപ തുക തന്നിട്ടുണ്ട്, പിന്നെ പലിശ നിരക്ക് തന്നിട്ടുണ്ട്, കാലയളവ് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിനൊരു പ്രത്യേകത എന്താ അറിയോ? അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കാണ്. അതായത് ഓരോ 6 മാസം കൂടുമ്പോഴും പലിശ കണക്കാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിപ്പോൾ അർദ്ധവർഷം, അതാണ് എടുത്ത് എഴുതിയിരിക്കുന്നത്. ചോദ്യത്തിൽ അർദ്ധവാർഷികം പറയുന്നുണ്ട്, അതാണ് അർദ്ധവർഷം എന്ന് എഴുതിയിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തിൽ 2 അർദ്ധവർഷം, ഒരു വർഷമാണല്ലോ പറയുന്നത്, ഒരു വർഷത്തിൽ 2 അർദ്ധവർഷങ്ങളുണ്ട്. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അർദ്ധവാർഷികം പറയുമ്പോൾ നമ്മൾ പലിശ നിരക്കിൻ്റെ പകുതി എടുക്കാൻ പാടുള്ളൂ. അവിടെ പലിശ നിരക്ക് 8% പറഞ്ഞല്ലോ. അർദ്ധവാർഷികമാവും കൊണ്ട് നമ്മളതിൻ്റെ പകുതി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 8 4%. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നാം അർദ്ധവർഷം എഴുതുക. എന്നിട്ട് ഈ തുക ഉണ്ടല്ലോ 25,000 രൂപ, അതിൻ്റെ 4% കാണുക. 25,000 രൂപ മുതൽ നിക്ഷേപ തുക, ഇതിൻ്റെ പകുതി എടുക്കാൻ പാടുള്ളൂ പറഞ്ഞു നമ്മൾ അല്ലേ? അപ്പോൾ 25,000-ന് 4% കാണുക. 25,000 × 4/100. നമുക്ക് ഈ 100 ഇവിടെ 2 0 വെട്ടിക്കളഞ്ഞാൽ 250 × 4 വരും. 250 × 4 1000. അപ്പോൾ ഈ ഒന്നാം അർദ്ധവർഷം നേരിട്ട് ഈ 1000 എഴുതുക. അപ്പോൾ കിട്ടിയ 1000. രണ്ടാം അർദ്ധവർഷം നേരിട്ട് ഈ 1000 ഒരിക്കൽ കൂടി എഴുതുക. അപ്പോൾ ഒന്നാം അർദ്ധവർഷം നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടാം അർദ്ധവർഷം നേരിട്ട് അത് തന്നെ നമ്മൾ ഒരിക്കൽ കൂടി എഴുതുക. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം കിട്ടിയ ഈ 1000 ഉണ്ടല്ലോ, അതിൻ്റെ 4% കാണുക. അപ്പോൾ ആദ്യം നമ്മൾ നിക്ഷേപത്തുകയുടെ 4%, അതായത് ഇതിൻ്റെ പകുതി കണ്ടു. അതിനുശേഷം ഈ കിട്ടിയതിൻ്റെ 4% കാണുക. 1000 × 4/100. നമുക്ക് ഈ 100ഉം ഇവിടെ 2 0 വെട്ടിക്കളഞ്ഞാൽ 10 × 4 40 വരും. ഇനി നമ്മൾ കൂട്ടുപലിശ കാണാൻ ആകെ കൂട്ടുപലിശ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കൂട്ടുക. ഏത്? 1000 കൂട്ടുക, 40 കൂടി കൂട്ടുക. ഉത്തരം 2040 രൂപയാണ് കൂട്ടുപലിശ. നമുക്കിനി അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി നോക്കാം. അതായത് 4ാമത്തെ ചോദ്യം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ശതമാനം എന്ന ടോപ്പിക്കിലത്തെയാണ്. ചോദ്യം: ഒരു പട്ടണത്തിലെ ജനസംഖ്യ 32,000 ആണ്. ഇത് വർഷം തോറും 15% വീതം വർദ്ധിച്ചാൽ 2 വർഷം കഴിഞ്ഞുള്ള ജനസംഖ്യ കാണണം. ഒരു പട്ടണത്തിലെ ഇപ്പോഴത്തെ ജനസംഖ്യ തന്നിട്ടുണ്ട്. ഓരോ വർഷവും എന്ത് ചെയ്യും? ഇത് 15% വീതം കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ എന്ത് കാണണം? 2 വർഷം കഴിഞ്ഞാൽ അവിടുത്തെ ജനസംഖ്യ കാണണം. നമുക്ക് കഴിഞ്ഞ കണക്ക് ചെയ്തില്ലേ, അതുപോലെ നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒന്നാം വർഷം എഴുതുക. ഒന്നാം വർഷം എഴുതിയിട്ട് നമ്മൾ ഈ 32,000-ൻ്റെ 15% കാണുക. 32,000-ൻ്റെ 15%. കഴിഞ്ഞ കണക്കിൽ നമ്മൾ പകുതി എടുത്തു, കാരണം അർദ്ധവാർഷികം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതില്ല അങ്ങനെ. അതുകൊണ്ട് ഇത് മുഴുവൻ എടുക്കണം. അപ്പോൾ ഒന്നാം വർഷം എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 32,000-ൻ്റെ 15%. 32,000 × 15/100. നമുക്ക് ഈ 100ഉം 2 0 വെട്ടിക്കളഞ്ഞാൽ 320 × 15 വരും. 320 × 15 കുടിച്ചാൽ 4,800 എന്ന് വരും. അപ്പോൾ നമ്മൾ ഒന്നാം വർഷം എഴുതിയിട്ട് ഈ 4,800 എഴുതുക. രണ്ടാം വർഷം എഴുതിയിട്ട് 4,800 ഒരിക്കൽ കൂടി എഴുതുക, കഴിഞ്ഞ കണക്ക് ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഒന്നാം വർഷം നമുക്ക് കിട്ടി 4,800. രണ്ടാം വർഷം അത് തന്നെ എഴുതുക 4,800. അടുത്തായിട്ട് എന്ത് ചെയ്യണം? ഈ 4,800-ൻ്റെ 15% കാണണം, കഴിഞ്ഞ കണക്ക് ചെയ്ത പോലെ. ഇപ്പോൾ കിട്ടി 4,800 ഉണ്ടല്ലോ, അതിൻ്റെ 15%. 4,800 × 15/100. ഈ 100ഉം 2 0 വെട്ടിയ 48 × 15 ഗുണിച്ചാൽ 720 കിട്ടി. നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടുക. അതായത് ഒന്നാം വർഷം 4,800, രണ്ടാം വർഷം 4,800, ഇപ്പോൾ കിട്ടിയ 720 കൂട്ടുമ്പോൾ 10,320 എന്ന് കിട്ടും. ഈ കിട്ടിയത് എന്താ അറിയോ? ആകെയുള്ള വർധനവാണ്. ജനസംഖ്യ എത്ര കൂടും എന്നുള്ളതാണ്. അതായത് ഒന്നാം വർഷം എത്ര കൂടും, രണ്ടാം വർഷം എത്ര കൂടും എന്നുള്ളതാണിത്. അപ്പോൾ ആകെ എത്ര കൂടും? 10,320 ആൾക്കാർ കൂടും ആ പട്ടണത്തിൽ. നമ്മുടെ ചോദ്യം എന്താ? 2 വർഷം കഴിഞ്ഞാലുള്ള ജനസംഖ്യയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ എൻ്റെ കൂടെ കൂട്ടണം. ആദ്യം 32,000 പേരുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ 2 വർഷം കൊണ്ട് കൂടുന്ന ആളുകളുടെ എണ്ണമാണ് ഈ 10,320. അപ്പോൾ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് 32,000-ൻ്റെ കൂടെ 10,320 കൂട്ടണം. കൂട്ടുമ്പോൾ ഉത്തരം 2 വർഷം കഴിഞ്ഞാൽ ജനസംഖ്യ എത്രയേ? 42,320.